ഹായ്, ഇന്ന് നമുക്ക് ഒരു പുതിയ കഥ കേൾക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ മക്കൾ സൺഡേ സ്കൂളിലോ ടി വിയിലോ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവുന്ന കഥയായിരിക്കും. പക്ഷെ ഭയങ്കര പറഞ്ഞു കേട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ ഈ കഥ നടക്കുന്നത് വളരെ പണ്ടാണ് ഈ കഥ നടന്നിട്ടുള്ളത്. വളരെ പണ്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അത് കഥയായിട്ടാണ് പറയുന്നത്. അപ്പോൾ പണ്ട് ഇസ്രായേൽ രാജ്യം ഉണ്ടായിരുന്നു. അവിടെ കുറേ ജനങ്ങൾ താമസിച്ചിരുന്നു. അപ്പോൾ പഴയ കാലത്തെല്ലാം രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാവും. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവും. അപ്പോൾ ആ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർ വാള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ആക്രമണവും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ ആര് ജയിക്കുന്ന രാജ്യത്തുള്ളവരെ തോക്കുന്ന രാജ്യത്ത് ഉള്ളവർ അടിമയായിട്ടിരിക്കണം എന്നുള്ളതാണ് പഴയ കാലത്തെ രീതി. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അതിന് കുറേ ആയുധങ്ങളൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ പഴയ കാലത്ത് നടന്ന ഒരു യുദ്ധം വെച്ചുള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആ സമയത്ത് ഇസ്രായേൽ മക്കളുടെ രാജാവായിട്ടിരുന്നത് ശൗലായിരുന്നു. അപ്പോൾ ആരായിരുന്നു ഇസ്രായേൽ മക്കളുടെ രാജാവ്? ശൗലായിരുന്നു. അപ്പോൾ ഈ ശൗലിൻ്റെ സൈന്യം, അതായത് യുദ്ധം ചെയ്യാൻ വേണ്ടി ശക്തന്മാരായിട്ടുള്ളവരെ തിരഞ്ഞെടുത്ത് അവരെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്ത് അവരെ അതിനുവേണ്ടി അഭ്യസിപ്പിച്ച് എടുത്ത് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവരെ പട്ടാളക്കാരെന്ന് പറയും. അങ്ങനെയുള്ള ആ പട്ടാളക്കാരുടെ കൂട്ടത്തിന് നമ്മൾ സാധാരണ പറയുന്നത് സൈന്യം എന്നാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളിൽ ആ സമയത്ത് രാജാവായിട്ടുള്ള ശൗലായിരുന്നു. ശൗലിൻ്റെ കൂടെ സൈന്യം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ ഇസ്രായേൽ ദേശത്തിനെതിരായിട്ട് ഫെലിസ്ത്യർ കടന്നു വന്നു യുദ്ധം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫെലിസ്ത്യർ കടന്നു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറൊരു രാജ്യം യുദ്ധം ചെയ്യാൻ വേണ്ടി കടന്നു വരുമ്പോൾ ആ സ്വന്തം ദേശത്തെ രക്ഷിക്കുക എന്നുള്ളത് അവിടുത്തെ രാജാവിൻ്റെയും പട്ടാളക്കാരുടെയും അവിടെ ജീവിക്കുന്നവരുടെയും ആവശ്യമാണ്. അപ്പോൾ ഈ രണ്ട് ദേശത്തുള്ള ആൾക്കാർ തമ്മിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള രീതിക്ക് കാര്യങ്ങൾ ഒരുങ്ങി. അപ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രൈം സൈന്യത്തിൻ്റെയും ഇടയിൽ ഇവരെ രണ്ടുപേരും ഒരു താഴ്വരയിൽ, ഒരു മലയുടെ താഴെ രണ്ടുപേരും വന്നു കൂടി. ഇവരുടെ ഈ മിസ്രൈം ദേശത്തിനും ഇസ്രായേൽ ദേശത്തുള്ള സൈന്യത്തിൻ്റെ ഇടയിൽ ഒരു താഴ്വരയുണ്ടായിരുന്നു. അതായത് ഇവർക്കിടയിൽ താഴ്വര പോലെ ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ വന്നു കൂടി. അപ്പോൾ എപ്പോൾ യുദ്ധം സംഭവിക്കുമെന്നറിയില്ല, ഇങ്ങനെ കാര്യങ്ങൾ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫെലിസ്ത്യ സൈന്യത്തിൽ നിന്ന് ഒരു ആൾ മുന്നോട്ട് കടന്നു വന്നു. ആ വന്ന വ്യക്തി ഭയങ്കര പൊക്കമുള്ള ആളായിരുന്നു. അസാമാന്യ പൊക്കമുള്ള ഒരാളായിരുന്നു. അതായത് അയാളുടെ പൊക്കം പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ അമ്മയ്ക്കോ അപ്പയ്ക്കോ ഉള്ള പൊക്കം എന്നൊക്കെ പറഞ്ഞാൽ 5 അടി 5 ഇഞ്ച് അല്ലെങ്കിൽ 6 അടി 6.5 അടി ഒക്കെ ഉണ്ടാവുള്ളൂ പൊക്കം. അതൊരു മലനായിരുന്നു. മലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള ഒരാളാണ്. ഈ വന്ന് നിന്ന മലൻ്റെ പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 9 അടിയുടെ അടുത്ത് പൊക്കമുണ്ട്. അപ്പോൾ അത്ര പൊക്കം. നമ്മുടെ വീടിൻ്റെയൊക്കെ വാതിൽ സാധാരണഗതിയിൽ 6 അടി ഒക്കെയാണ് വരിക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അതിനേക്കാളും പൊക്കത്തിലാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ നിന്ന് ഈ മല്ലനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ തല പൊക്കി മുകളിലോട്ട് നോക്കിയാലാണ് ഈ മല്ലനെ കാണാൻ പറ്റുള്ളൂ. അതേസമയം മല്ലൻ്റെ സൈഡിൽ നിന്നൊന്ന് ചിന്തിച്ച് നോക്കി, മല്ലനെ നമ്മളെ കാണണമെങ്കിൽ മല്ലൻ തല താത്തി പിടിച്ചാലാണ് മക്കളെ കാണുള്ളൂ. അപ്പോൾ അത്ര പൊക്കമുള്ള ഒരു മല്ലൻ. അപ്പോൾ ഈ മല്ലൻ പൊക്കം ഉള്ളപ്പോൾ തന്നെ ഭയങ്കര വലിയ ശരീരം, ഭയങ്കര ശക്തിയുള്ള കൈ, നല്ല വലിപ്പമുള്ള കൈ, വലിപ്പമുള്ള കാല്, എല്ലാം നല്ല ഭയങ്കര വലിയ ആളായിട്ടാണ് നിൽക്കുന്നത്. ഈ മല്ലൻ നിൽക്കുന്നത്. അപ്പോൾ ഈ മല്ലൻ്റെ പേരായിരുന്നു ഗോലിയാത്ത്. അപ്പോൾ ഈ ഗോലിയാത്ത് വന്നു നിന്ന്, അപ്പോൾ ഇവൻ്റെ കയ്യിൽ വേറെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗോലിയാത്ത് വന്നു നിന്നിട്ട് ഈ ഇസ്രായേലിനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ സൈന്യമായിട്ടൊന്നും ഞങ്ങളുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ട. നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് നേരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞയക്കുക. അങ്ങനെ പറഞ്ഞയച്ചാൽ ഞാനും അവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചിട്ട് ആര് ജയിക്കുന്നു, പിന്നെ ആ ജയിക്കുന്ന ഇതിനനുസരിച്ചായിരിക്കും ഓരോ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ 2 കാര്യങ്ങളാണ് ഈ ഗോലിയാത്ത് ഇവിടെ പറഞ്ഞത്. ആരെയാണോ നിങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്നത്, ആ വരുന്ന ആളും ഗോലിയാത്തായ ഞാനുമായിട്ട് മത്സരിച്ച് കഴിഞ്ഞ് ഗോലിയാത്ത് ജയിച്ചാൽ ഇസ്രായേലിലുള്ള സർവ്വ ആൾക്കാരും എനിക്കും എൻ്റെ ദേശത്തിനും, അതായത് മിസ്രൈം ദേശത്തിന് എന്നും അടിമകളായിട്ട് ഇരിക്കണം. ഇനി അങ്ങനെയല്ല, ഗോലിയാത്ത് തോക്കുകയാണെങ്കിൽ
മിസ്രൈമിലുള്ള ഓരോ ജനങ്ങളും ഇസ്രായേലിന് അടിമയായിട്ടിരിക്കും. ഇങ്ങനെ വന്നിട്ട് വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് മക്കൾക്ക് മനസ്സിലായോ? വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ചുമ്മാ ഇരിക്കുന്ന ആളുടെ അടുത്ത് പോയി നമുക്ക് കഴിവുണ്ട്, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ അവരാ വെല്ലുവിളിക്ക് ഉത്തരം തന്നെ. ഓക്കെ, എന്നാലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഇവിടെ ഗോലിയാത്ത് വന്ന് ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഇസ്രായേലുണ്ടായിരുന്ന എല്ലാവരും പേടിച്ചുപോയി. കാരണം ഇയാൾ ഇത്രയും വലിയ പൊക്കത്തിലുള്ള ഒരാൾ, ഭയങ്കര ആരോഗ്യം, ഭയങ്കര ശക്തി, വലിയ കയ്യ്, വലിയ കാല്, വലിയ നെഞ്ച്, അങ്ങനെ പൊക്കമുള്ള ഒരാൾ വന്ന് നിന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ തോറ്റുപോകും, അയ്യോ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിൽ ഇവരെല്ലാം പേടിച്ചുപോയി. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ആലോചിച്ചു, ആരെ വിടും, ആർക്ക് പോകാൻ പറ്റും എന്നുള്ള ഇതൊക്കെ ആലോചിച്ചു. അപ്പോൾ ഇതിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഈ മല്ലൻ വന്ന് പറയും, പോവും, ഇങ്ങനെ മല്ലൻ വീണ്ടും വന്ന് പറയും. അങ്ങനെ ഒരു 40 ദിവസം അങ്ങ് കഴിഞ്ഞു. ഓക്കെ, ഈ 40 ദിവസം കഴിഞ്ഞിട്ട് ഒരു മാറ്റമില്ല, ആരും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇസ്രായേലിലെ രാജാവ് ശൗല് പറഞ്ഞു, അവിടെയുള്ള ജനങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആരാണോ ഇതിന് തിരഞ്ഞെടുത്ത് വരുന്നത്, ആർക്കാണോ വരാൻ താല്പര്യമുള്ള വന്ന് മല്ലനെ തോപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അവന് ഭയങ്കര സമ്മാനങ്ങളൊക്കെ കൊടുക്കും, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള വിജ്ഞാപനമൊക്കെ ഉത്തരവൊക്കെ പുറപ്പെടുവിച്ചിട്ടു. എന്നിട്ടും ആരും വന്നില്ല. അപ്പോൾ അതങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇസ്രായേൽ ദേശത്ത് ഇശായി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇശായിക്ക് 8 മക്കളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 2-3 മക്കൾ ഈ ഇസ്രായേലിലെ പട്ടാളക്കാരായിട്ട് ഉണ്ടായിരുന്ന, ഈ യുദ്ധം ചെയ്യാനും കാര്യത്തിനൊക്കെ ഉണ്ടായിരുന്നവരായിരുന്നു. അപ്പോൾ ഇതിൽ ഇശായിയുടെ ഏറ്റവും ഇളയ മകനുണ്ടായിരുന്നു. ആ മകൻ്റെ പേരായിരുന്നു ദാവീദ്. ഓക്കെ, അവൻ വന്നിട്ട് ഏറ്റവും ഇളയതായിരുന്നു. അവൻ ആടിനെ മേയ്ക്കുന്ന പരിപാടിയായിരുന്നു. ആടിനെ മേയ്ക്കുന്നത് മക്കൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ റോട്ടിക്കിലൊക്കെ പോകുമ്പോൾ കുറേ ആടിൻ്റെ കുഞ്ഞുങ്ങളും ആടും ഒക്കെ ആയിട്ട്, ആട്ടും കൂട്ടങ്ങളുമായിട്ട് 1-2-3 പേര് വടിയൊക്കെ പിടിച്ച് കാണാൻ പറ്റും. അപ്പോൾ ഇവർ ഈ ആടിനെ വഴി നടത്തി പോകുന്ന വഴിയിൽ ആടിന് തിന്നാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി ആട് കഴിച്ച് അതുങ്ങളെ കൊണ്ടുപോയി നടന്ന് തിരിച്ച് അതിനെ കൂട്ടിക്കൊണ്ടുവന്ന് അതുങ്ങളെ പരിപാലിക്കുന്ന, അങ്ങനെയുള്ളവരെ പറയുന്ന പേരാണ് ആട്ടിടയൻ എന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആട്ടിടയനായിരുന്നു ആര്? ദാവീദ്. അപ്പോൾ ദാവീദ് ഭയങ്കര ബാലനായിരുന്നു. ബാലനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു പയ്യനാണ്, ഒത്തിരി പ്രായമൊന്നുമായിട്ട് ചെറുതാണ്. ഓക്കെ, പക്ഷെ കണ്ടാൽ നല്ല ഭംഗിയുള്ള ആളാണ്. അപ്പോൾ ഒരു ദിവസം ഈ ദാവീദിൻ്റെ അപ്പൻ ദാവീദിൻ്റെ അടുത്ത് പറഞ്ഞു, നീ നിൻ്റെ ചേട്ടന്മാരെ പോയി കണ്ട് അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനും അങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ദാവീദ് അപ്പം പറഞ്ഞത് അനുസരിച്ചു. ദാവീദിൻ്റെ ആടുകളെ ജോലിക്ക് നിൽക്കുന്ന ആട്ടിടയന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഈ ചേട്ടന്മാരെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചേട്ടന്മാരെവിടെയാണ് നിൽക്കുന്നത്? ചേട്ടന്മാർ നിൽക്കുന്നത് ഈ യുദ്ധം നടക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണ് ചേട്ടന്മാർ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ചേട്ടന്മാരെയൊക്കെ കണ്ടു. അപ്പോൾ ചേട്ടന്മാർ ചോദിച്ചു, നീ എന്തിനാ ഇവിടെ വന്നേക്കണേ? അപ്പോൾ ഇങ്ങനെ അപ്പൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നേ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ദാവീദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഗോലിയാത്ത് അവിടെയുണ്ട്. ഗോലിയാത്ത് അവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, യുദ്ധം ചെയ്യാൻ വേണ്ടി ആളെ വെല്ലുവിളിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇവൻ നമ്മുടെ ദൈവത്തെ നിന്ദിക്കുകയാണ്, ഇവന് എതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ദാവീദ് അവിടെ പറയാനിടയായി. അങ്ങനെ ദാവീദ് അവിടെ അത് പറഞ്ഞു. ദാവീദ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ ചേട്ടന്മാർ ദാവീദിനെ ശകാരിച്ചു. അപ്പോൾ ഇത് ആരോ കേട്ട് രാജാവ് ശൗലിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ എത്തി. ശൗലിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ എത്തിയപ്പോൾ ശൗല് ദാവീദിനെ വിളിപ്പിച്ചു. ശൗല് ദാവീദിനെ വിളിപ്പിച്ച് കഴിഞ്ഞിട്ട് ദാവീദിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ചെറിയ ബാലനാണ്, നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, രാജാവേ, എനിക്ക് ഇതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ, ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു സിംഹവും കരടിയും കടന്നു വന്നിട്ട് എൻ്റെ ആടുകളെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ അവരുടെ പുറകെ പോയി സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആ ജീവിയുടെ വായിൽ നിന്ന് ഞാൻ ആടിനെ രക്ഷിച്ചെടുത്തു. വീണ്ടും അതെന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ അതിനെ കൊന്നു എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ കൊല്ലാൻ ബലം തന്നത് എൻ്റെ ദൈവമാണ്. അപ്പോൾ അതേ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ മല്ലനെ കൊല്ലാൻ പറ്റും എന്നുള്ള ഇത് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ശൗലിന് ഭയങ്കര സന്തോഷമായി. ശൗല് വേഗം ശൗലിൻ്റെ കയ്യിലുള്ള ഈ യുദ്ധത്തിന് പോകാൻ വേണ്ട സാധനങ്ങളെല്ലാം ദാവീദിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ദാവീദിന് ചെറിയ ബാലനല്ലേ, അവനതൊന്നും ഇട്ട് നടക്കാനുള്ളൊന്നും അറിയില്ല. അവൻ തിരിച്ചത് കൊടുത്തു. എന്നിട്ട് അവൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിനകത്ത് ഈ തോട്ടിനകത്ത്, നമ്മൾ വെള്ളം പോകുന്ന തോടില്ലേ, തോട്ടിനകത്ത് കല്ലുകളുണ്ടാവും. അപ്പോൾ ഈ കല്ല് ഭയങ്കര മിനുസമുള്ളതായിരിക്കും. കാരണം ഇതിങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഒപ്പം ഒഴുകി 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 ഓരോ വഴിക്ക് പോയി ഭയങ്കര മിനുസമുള്ള കല്ലുകളായിരിക്കും. ആ കല്ലുകളിൽ ഒരു 5 കല്ലെടുത്ത് ഇവൻ്റെ ബാഗിലിട്ടു. ഇവൻ്റെ കയ്യിൽ ഒരു കവണയുണ്ടായിരുന്നു. ഓക്കെ,
അപ്പോൾ ഈ കവണ മക്കൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കവണ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഈ കല്ല് പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് അത് വലിച്ചു വിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് നോക്കിയിട്ട് വലിച്ചു വിട്ട് കഴിഞ്ഞ് ഈ കല്ല് ആ പോയിൻ്റ് ആ ഏത് സ്ഥലത്തോട്ടാണോ നോക്കിയിട്ട് വിടുന്നത് ആ സ്ഥലത്ത് പോയി പതിക്കും കല്ല്. ഓക്കെ, അപ്പോൾ അതാണ് കവണ. അപ്പോൾ അങ്ങനെ ഒരു കവണയായിട്ട് ഈ ദാവീദ് ഫെലിസ്തീൻ്റെ അടുത്ത് ചെല്ലുവാണ്. അപ്പോൾ താഴ്വരയിലെത്തി ഫെലിസ്തീൻ്റെ അടുത്തോട്ട് നടന്ന് ചെല്ലുമ്പോൾ ഈ മല്ലൻ ഇത് കണ്ടിട്ട് ചിരിക്കുകയാണ്. ഒരു ബാലൻ ഇത്രയും വല്ല എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ വരുന്നത് ഒരു പയ്യനെയാണോ ഒരു ബാലനെയാണോ നിങ്ങൾ എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ വിടുന്നത് എന്നുള്ള ഇതിൽ കളിയാക്കി. മല്ലൻ വന്നിട്ട് ദാവീദിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ ദേവനെ വെച്ച് ദാവീദിനെ ശപിച്ചു. നീ വടിയൊക്കെ ആയിട്ട് വരാൻ ഞാൻ വല്ല നായയാണോ എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദാവീദിനെ കുറേ ശപിച്ചു. ഈ ഫെലിസ്തീൻ ഈ ഗോലിയാത്ത് ദാവീദിൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ കൊന്ന് ഞാൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം ഇട്ട് കൊടുക്കും എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ദാവീദ് പറഞ്ഞു, നീ നിന്ദിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ്. ഓക്കെ, ഞാൻ വരുന്നത് നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിൻ്റെ ദൈവവുമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ നിന്നെ ജയിക്കും എന്നുള്ളത് ദാവീദ് പറഞ്ഞു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ തരും, ഞാൻ ജയിച്ചിരിക്കും, ഞാൻ നിന്നെ കൊന്ന് ഞാൻ ജയിക്കും എന്നുള്ളത് പറഞ്ഞു. അത്രയല്ല, ഈ ഫെലിസ്തീനായിട്ടുള്ള സൈന്യക്കാരുടെ എല്ലാവരുടെയും ശവവും കാര്യങ്ങളും എല്ലാം പക്ഷികളും ജീവികളും മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിന് ഒരു ദൈവം ഉണ്ടെന്ന് നീ ഇന്ന് അറിയും എന്ന് ദാവീദ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മല്ലന് ഭയങ്കര ദേഷ്യം, ഗോലിയാത്തിന് ഭയങ്കര ദേഷ്യം. ഗോലിയാത്ത് പെട്ടെന്ന് ദാവീദിൻ്റെ അടുത്തോട്ട് ദാവീദിനെ എതിരിടാൻ വേണ്ടി ചെന്നു. യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള വന്ന ആ സമയത്ത് തന്നെ ദാവീദിൻ്റെ ബാഗിൽ നിന്ന് കല്ലെടുത്ത് കവണയിൽ വലിച്ച് ഈ ഗോലിയാത്തിൻ്റെ തല നോക്കിയിട്ട് ഒരൊറ്റ വിടൽ ഠിം, ആ കല്ല് ചെന്നിട്ട് ഗോലിയാത്തിൻ്റെ തലയിൽ നെറ്റിയിൽ വന്ന് പതിച്ചു. മല്ലൻ നേരെ കവിണ്ണ് തലയിൽ വന്ന് വല്ലതും പതിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും നിൽക്കാൻ പറ്റുമോ? മല്ലൻ എത്ര വലിയ മല്ലനാന്ന് പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ? മല്ലൻ നേരെ കവിണ്ണ് വീണു. ഓക്കെ, ദാവീദ് വേഗം ഓടിപ്പോയിട്ട് മല്ലൻ്റെ മേത്ത് കയറി നിന്ന് അവൻ്റെ അരയിലൊരു വാളുണ്ടായിരുന്നു. ആ വാള് വെച്ച് എന്ത് ചെയ്തു എന്നറിയാമോ? മല്ലൻ്റെ കഴുത്ത് അങ്ങ് അറുത്തെടുത്തു. അങ്ങനെ ദാവീദ് മല്ലനെ കൊന്നു. അവർ അവിടെ ജയിക്കാനിടയായി. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഓക്കെ, ഈ മല്ലൻ്റെ കൂടെ വന്ന ആൾക്കാരെ പേടിച്ചു പോയി. അവരെല്ലാം അവിടെ നിന്ന് ഓടി. ഈ ഇസ്രായേൽ മക്കളെല്ലാവരും ഇവരെ പുറകെ നടന്ന് ഇവരെ കൊന്ന് അവരെ കൊള്ളയടിച്ച്. അങ്ങനെ ദാവീദ് മൂലം അവിടെ എല്ലാ കാര്യങ്ങളും ഇസ്രായേലിന് അനുകൂലമായിട്ട് വന്നു. അപ്പോൾ ദാവീദിന് ഇത് ചെയ്യാനിടയായ കാര്യം ദൈവം ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ദാവീദിന് അറിയായിരുന്നു. ദാവീദിൻ്റെ കഴിവ് കൊണ്ടല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് കാര്യങ്ങളും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഓക്കെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് ചെയ്യാനുള്ള കഴിവ് ദൈവം തരും. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം. ദാവീദ് ചെറിയ ബാലനായിട്ട് പോലും ഇത്രയും വലിയ ഒരാളെ ദാവീദിന് വിജയിക്കാൻ പറ്റുമെങ്കിൽ നമുക്കും പറ്റും. ഓക്കെ, പക്ഷെ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ കഥ. മക്കൾക്ക് കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കഥയായിട്ട് വീണ്ടും ഒരു ദിവസം വരാം. സോ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.